സോ എന്താണ് ഇന്ത്യ യു എസ് എ താരിഫ് വാർ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യ യു എസ് എ താരിഫ് വാർ എന്താണെന്ന് നോക്കാം. ഇന്ത്യയും യു എസും തമ്മിലുള്ള താരിഫ് വാറിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള താരിഫ് ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. യു എസ് നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പറയുന്ന ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മുകളിൽ ഇന്ത്യ ചുമത്തുന്ന ടാക്സ്, അതാണ് താരിഫ് എന്ന് പറയുന്നത്. സോ ഈ താരിഫ് 12% ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യയും ഒരുപാട് പ്രൊഡക്ട്സ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മുകളിലുള്ള താരിഫ് വെറും 2.4% മാത്രമായിരുന്നു. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾ പൊതുവേ ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു താരിഫ് ഈടാക്കിയാൽ ഞങ്ങളും അതുപോലെ കൂട്ടും. അതിനെ പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ടാക്സ്. അതാണിപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്നത്. 25% റെസിപ്രോക്കൽ ടാക്സ് ഈടാക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു. സോ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് 2.4% മാത്രം താരിഫ് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത്? അത് അവിടുത്തെ ഒരു സവിശേഷമായ നിയമമായിട്ടുള്ള US ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ഇന്ത്യ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US സൗഹൃദത്തിലുള്ള രാജ്യങ്ങളിലെ എക്കണോമിക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലതരം ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിൻ്റെ മുകളിലും അവർ ഡ്യൂട്ടി ഫ്രീ ആക്കി കൊടുത്തിരുന്നു. സോ 2.4% മാത്രമേ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിന് മുകളിൽ താരിഫ് ഈടാക്കുന്നുള്ളായിരുന്നു അമേരിക്ക. പക്ഷേ 2019 ആയപ്പോഴത്തേക്ക് അമേരിക്ക ഈ കരാർ അങ്ങ് ടെർമിനേറ്റ് ചെയ്തു. സോ US ഇനി മുതൽ ഈ പറയുന്ന GSP ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസുകൾ ഇല്ലാതാക്കി. അതിനുശേഷം 2025 വരെ ഇവർ തമ്മിൽ ട്രേഡ് ടോക്സ് നടക്കുന്നു. ഇന്ത്യയും US തമ്മിൽ ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഫെയിൽഡായി. സോ ട്രേഡ് ടോക്സ് ഫെയിൽഡ് ആയ സ്ഥിതിക്ക് ട്രംപ് ഇന്ത്യക്ക് മുകളിൽ ഈ പറയുന്ന റെസിപ്രോക്കൽ ടാക്സ് 25%, അതിൻ്റെ കൂടെ തന്നെ ഒരു പെനാൽറ്റി ടാക്സും കൂടെ ആഡ് ചെയ്തു. ഒരു 25% പെനാൽറ്റി ടാക്സും കൂടെ ആഡ് ചെയ്തു. പെനാൽറ്റി ടാക്സ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഡിസ്കൗണ്ടഡ് റേറ്റിന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ റഷ്യ ഉക്രൈൻ വാർ നിലവിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ഉക്രൈൻ റഷ്യ വാറിനെ ഇന്ത്യ ഫിനാൻസ് ചെയ്യുന്നത് പോലെയാണെന്നാണ് US പറയുന്നത്. സോ ആ ഓയിൽ ഇമ്പോർട്ട് നിർത്താത്തത് കൊണ്ടും പെനാൽറ്റി ടാക്സ് 25% കൂടെ ആഡ് ചെയ്തു. സോ ഇതാണ് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള താരിഫ് വാർ. ഇതിൽ ഇന്ത്യ പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോക്സ് അവർ തമ്മിലുള്ള ട്രേഡ് ടോക്സ് ഒക്കെ ഫെയിൽ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ കർഷകരെ ഈ പറയുന്ന ലോ താരിഫ് ബാധിക്കും. സോ ഇന്ത്യയിലെ കർഷകർക്ക്, അതായത് പ്രത്യേകിച്ച് ഫാമേഴ്സിന്, ഫിഷറീസിൽ ഡയറി ഫാമേഴ്സിനെയൊക്കെ ഇത് ബാധിക്കും. സോ ഇത് ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിനെ ബാധിക്കാതിരിക്കാനും ഇവിടുത്തെ കർഷകരെ ബാധിക്കാതിരിക്കാനും അതുപോലെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡി റവന്യൂ ഇല്ലാതാവാതിരിക്കാനാണ് ഇന്ത്യ ഈ പറയുന്ന ട്രേഡ് ടോക്സിന് അമേരിക്കയുടെ കൂടെ വഴങ്ങാത്തത്. സോ ഈ ട്രേഡ് ടോക്സ് ഫെയിൽ ആവാനുള്ള കാരണം ഇത് തന്നെയാണ്.